ഹിമാലയത്തിലെ യാത്രയിൽ ഏറ്റവും മനസ്സിനെ കുളിർപ്പിക്കുന്ന എല്ലാത്തരം ആളുകൾക്കും, ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളടക്കമുള്ള എല്ലാത്തരം യാത്രികർക്കും ഒരുപോലെ മനസ്സിൽ കുളിർ കോരിയിടുന്ന ഒന്നാണ് അമർനാഥ് യാത്ര. 2000-ലാണ് അമർനാഥിലേക്ക് ഞാൻ പോകുന്നത്. അന്ന് ഭീകരവാദ ശല്യം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന സമയം. തിരുവനന്തപുരത്ത് ജമ്മു കാശ്മീർ ബാങ്കാണ് അന്നത്തെ യാത്രയുടെ മുഖ്യ പ്രായോജകർ. അവരിൽ നിന്നാണ് നാം പാസ് വാങ്ങേണ്ടത്. അവിടെ പോയി ബുക്ക് ചെയ്തിട്ട് വേണം പാസ് എടുക്കേണ്ടത്. തിരുവനന്തപുരത്ത് ഓവർബ്രിഡ്ജിനടുത്തുള്ള ജമ്മു കാശ്മീർ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയിട്ട് നേരത്തെ തന്നെ ഞങ്ങൾ 4 പേര് ബുക്ക് ചെയ്തു. ഞങ്ങൾക്ക് അവിടുന്ന് ID കാർഡും ഫോട്ടോ പതിച്ച ID കാർഡും ഇഷ്യൂ ചെയ്തു. നിശ്ചയിച്ച ദിവസം ജമ്മുവിലെത്തണം. ജമ്മുവിൽ നിന്ന് അവർ നേരെ പഹൽഗാമിലെത്തിക്കും. ആ ജമ്മു വരെയുള്ള യാത്ര ഡൽഹിയിൽ ട്രെയിൻ ഇറങ്ങി അവിടുന്ന് പണിക്കേസ് ട്രാവൽസിൻ്റെ ബസ്സിലാണ് ഞങ്ങൾ യാത്ര പോയത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭീകരമായ ഒരു അവസ്ഥ അന്ന് അമർനാഥ് യാത്രക്കെതിരെ കൊലവിളികളും ഭീഷണികളും ഭീകരവാദികളുടെ എല്ലാ തരത്തിലുള്ള എതിർപ്പുകളും നിലനിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഹരിയാന കഴിഞ്ഞപ്പോൾ, ചണ്ഡീഗഡ് കഴിഞ്ഞപ്പോൾ യാത്രയുടെ സ്വഭാവം മാറി. ഓരോ 5 കിലോമീറ്റർ എത്തുമ്പോഴും യാത്രക്കാരെ മുഴുവൻ പരിശോധിച്ച് ആണ് വിടുന്നത്. അങ്ങനെ ഈ പരിശോധനയുടെ മടുപ്പും യാത്രയുടെ ദൈർഘ്യം കൂടുന്നതും അനുസരിച്ച് യാത്രികർ ക്ഷീണിതരായിരുന്നു. പക്ഷേ ആ ജമ്മുവിലെത്താനുള്ള വലിയ അവരുടെ താല്പര്യം, ജമ്മു അടുക്കുംതോറും റോഡ് വക്കിൽ നിൽക്കുന്ന പോലീസുകാരുടെ, പട്ടാളക്കാരുടെ, ആയുധധാരികളായ സായുധ പട്ടാളത്തിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. പരിശോധനയുടെ കടുപ്പവും കൂടിക്കൊണ്ടിരുന്നു. അവസാനം എല്ലാ പരിശോധനകളും കടന്ന് ഞങ്ങൾ ജമ്മുവിലെത്തി. ജമ്മുവിലെ അബ്ദുൽ കലാം ആസാദ് മെമ്മോറിയൽ കോളേജിലായിരുന്നു താൽക്കാലിക വാസസ്ഥാനം ഒരുക്കിയിരുന്നത് അമർനാഥ് തീർത്ഥാടകർക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം ഞങ്ങളെത്തി. നല്ല ചൂടുള്ള പൂരിയും കടലക്കറിയും എല്ലാം ഇഷ്ടം പോലെ, ആവശ്യം പോലെ സൗജന്യമായി കിട്ടുന്നു. അതെല്ലാം കഴിച്ച് വിശ്രമിച്ച് നാളെ പുലർച്ചെ 7 മണിക്ക് യാത്ര തുടങ്ങാമെന്ന് ഗൈഡ് അറിയിച്ചതനുസരിച്ച് ഞങ്ങൾ രാവിലെ തന്നെ എല്ലാം തയ്യാറായി ഞങ്ങളുടെ വാഹനത്തിൽ കയറി. വാഹനം നേരെ ജമ്മു പാലത്തിൻ്റെ ആ കോൺവോയിൽ ഇടം പിടിച്ചു. പക്ഷേ രാവിലെ 10 മണിയായി, ഉച്ചയായി, 4 മണിയായി, സന്ധ്യയായി, എന്നിട്ടും പോകാനുള്ള പെർമിഷൻ കിട്ടിയില്ല. അന്നും രാത്രി 9 മണിയോടുകൂടി മടക്കയാത്ര നേരെ തലേ ദിവസത്തെ ഷെൽട്ടറിൽ തന്നെയാണ്. ആസാദ് മെമ്മോറിയൽ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ, ആ കെട്ടിടത്തിൽ താൽക്കാലിക ഷെഡുകളിൽ ആണ് നമ്മുടെ താമസം. ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി നാളെ പോകാം എന്നുള്ള. 3-ാം ദിവസവും രാവിലെ 6 മണിക്ക് പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മലയാളികളടക്കമുള്ള ടീം വണ്ടിയിൽ കയറി. വണ്ടി നേരെ ജമ്മു പാലത്തിൻ്റെ അവിടെ കോൺവോയിൽ ഇടം പിടിച്ചു. അന്ന് പോകാൻ കഴിഞ്ഞില്ല. 4-ാം ദിവസം ഇന്നും ഇങ്ങനെയായിരിക്കും യാത്ര എന്ന് മനസ്സിൽ കരുതി രാവിലെ ഞങ്ങളുടെ ബസ് കോൺവോയിൽ ഇടം പിടിച്ചു. പക്ഷേ അന്ന് ഒരു 11 മണിയായപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള ഏതോ സൈനിക ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ കോൺവോയ് പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വാഹനങ്ങൾ, അതിലൊന്ന് ഞങ്ങളുടെ ബസ്സുമായിരുന്നു. കൂടെ ഇവിടെ ഏകദേശം 300 വാഹനങ്ങൾ ഒരു ചെറിയ കോൺവോയായി വിട്ടപ്പോൾ ആ കോൺവോയുടെ ഒരറ്റത്ത് ഞങ്ങളുടെ വാഹനവും ഇടം പിടിച്ചു. അങ്ങനെ അമർനാഥ് യാത്ര ജമ്മുവിൽ നിന്ന് ആരംഭിച്ചു. ജവഹർ ടണൽ കഴിയാറായി. ജവഹർ ടണലിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ വാഹനം വീണ്ടും വാഹനവ്യൂഹത്തെ ബ്ലോക്കാക്കി.
കാരണം സന്യാസിമാരുടെ വേഷത്തിൽ വന്ന ഭീകരന്മാർ സ്വയം പൊട്ടിത്തെറിച്ചിട്ട് 6 പേർ കൊല്ലപ്പെട്ടു. സന്യാസിമാരുടെ വേഷത്തിലാണത്രേ അവർ വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാഹനം തടയപ്പെട്ടു. അന്ന് എല്ലാവരും തൊട്ടടുത്ത FCIയുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു വലിയ ഗോഡൗണുണ്ട്. ആ ഗോഡൗണിൻ്റെ ഉള്ളിൽ താൽക്കാലിക താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ താമസിച്ചു. 3 ദിവസം അവിടെയും താമസിച്ചു. ഭക്ഷണമെല്ലാം സൗജന്യമാണ്. അന്ന് വാസ്തവത്തിൽ ആ യാത്ര ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തതാണ്. ഞങ്ങളിങ്ങനെ മഞ്ഞയുമുള്ള ഒരു വേഷമാണ് ധരിച്ചിരുന്നത്. മഞ്ഞ ഷർട്ടും മഞ്ഞ മുണ്ടും. ഗ്രൂപ്പിനെ തിരിച്ചറിയാൻ വേണ്ടി ആ വേഷം ധരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ID കാർഡുമെല്ലാം അങ്ങനെ ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പട്ടാളക്കാരൻ ഒരു ട്രഞ്ചിനകത്ത് ഈ നിൽക്കുന്ന കാഴ്ച കണ്ടിട്ട് പതുക്കെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞാനും ശിവദാസൻ എന്ന് പറയുന്നതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മലയാളി യാത്രികരും അങ്ങോട്ട് പോയി. അപ്പോൾ ഇദ്ദേഹം ഈ നമ്മൾ തമിഴരാണ് എന്ന് വിചാരിച്ചിട്ട് സ്വാമി ഇങ്കവ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇങ്കവ എന്നുള്ള ഭാഷ കേൾക്കുമ്പോൾ ശരിക്കും തമിഴിൻ്റേതല്ല. ഞാൻ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ യൂണിഫോമിൽ പേര് നോക്കിയപ്പോൾ, നെയിം ബാഡ്ജ് നോക്കിയപ്പോൾ മുരളീധരൻ എന്ന്. ഞാൻ പറഞ്ഞു, സർ, ഞങ്ങൾ തമിഴരല്ല, ശുദ്ധ മലയാളികളാണ്, അതും തിരുവനന്തപുരത്തുകാരനാണ്. അപ്പോൾ ഇദ്ദേഹം ആലപ്പുഴക്കാരനാണ്. പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ പരിചയക്കാരായി. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയൊക്കെ എനിക്ക് അറിയുന്ന ഒരാളായി മാറി. അങ്ങനെ അവിടെ ഒരു കൂട്ടുകാരനെ കിട്ടി. അദ്ദേഹം പറഞ്ഞു, മലയാളികൾക്ക് ഈ അമർനാഥിൽ വന്ന് മരിക്കാനുള്ള ഭാഗ്യം ഉണ്ട് എന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതുകൊണ്ട് മലയാളികൾ വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ സ്വാമി എന്ന് വിളിച്ചത്. സ്വാമി തമിഴരാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായി. ഇതെല്ലാം പറഞ്ഞ് അന്ന് രാത്രിയിൽ അവിടെ കിടന്നു. പിറ്റേന്ന് രാത്രി ഈ പട്ടാളക്കാരുമായി കൂടുതലെടുത്തു. ആ ട്രെഞ്ചിനകത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ട്രെഞ്ചിനകത്തൊക്കെ ഇറങ്ങി നോക്കി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു വാർത്ത, ദൂരെ കാണുന്ന വയലേലകളുണ്ട്. അത് ഈ നോമാൻസ് ലാൻഡ് പോലെയുള്ള ഏരിയയാണ്. അവിടെ നമ്മുടെ പട്ടാളക്കാർ ഇങ്ങനെ യാത്ര ചെയ്യും, പട്രോളിംഗ് നടത്തും. പട്രോളിംഗ് നടത്തുമ്പോൾ അവരിങ്ങനെ കോഡ് പറയും. ഒരു കോഡ് ഉറുദുവിലും ഹിന്ദിയിലും ഒക്കെയാണ് കോഡ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ത്യൻ പട്ടാളക്കാരുടെ വേഷത്തിൽ ഭീകരവാദികൾ ഇങ്ങനെ നുഴഞ്ഞു കയറി വന്നിട്ട് പട്ടാളക്കാർ ഹിന്ദിയിലും ഉറുദുവിലും പറയുന്ന കോഡ് പിടിച്ചെടുത്തിട്ട് അതേ ഭാഷയിൽ മറുപടി പറഞ്ഞ് ഇവരുടെ ട്രെഞ്ചിനകത്ത് വന്ന് പൊട്ടിത്തെറിച്ച സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഉറുദുവും ഹിന്ദിയും ഒഴിവാക്കി തെക്കേ ഇന്ത്യൻ ഭാഷകളിൽ കോഡ് കൊടുക്കാൻ തുടങ്ങി. മലയാളത്തിലും കോഡ് തുറക്കാൻ തുടങ്ങി. 99 മറ്റോ ആണ് അത്തരത്തിൽ ഒരു രാത്രിയിൽ ഇവിടെ ട്രെഞ്ചിൽ കാവൽ നിന്ന ഇന്ത്യൻ പട്ടാളക്കാരൻ മറ്റൊരു ഇന്ത്യൻ പട്ടാളക്കാരുടെ കൂട്ടത്തെ, പട്രോളിങ്ങിന് പോകുന്ന കൂട്ടത്തെ കണ്ടിട്ട് അദ്ദേഹം മെസ്സേജ് കൊടുത്തു മലയാളത്തിൽ. അപ്പോൾ അവർ അതേ മെസ്സേജ് തിരിച്ചു കൊടുത്തു മലയാളത്തിൽ തന്നെ. അപ്പോൾ സ്വന്തം പട്ടാളക്കാരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹം കാത്തു നിന്നപ്പോൾ ആ പട്ടാളക്കാർ എന്ന വ്യാജേന വന്ന ഭീകരവാദികൾ ഇവിടെ വെടിവെച്ച് കൊലപ്പെടുത്തി ആയുധങ്ങൾ തട്ടിയെടുക്കുന്ന സംഭവം ഉണ്ടായി. അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞതിനർത്ഥം അന്ന് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകരവാദികളുടെ ഇടയിൽ പോലും മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ്. ഞാൻ അമർനാഥ തീർത്ഥാടനം കഴിഞ്ഞ് നാട്ടിലെത്തി 2 വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കണ്ണൂരുള്ള ഒരു മലയാളി പയ്യൻ കാശ്മീരിൽ ഭീകരവാദികളുടെ കൂട്ടത്തിൽ ഇന്ത്യൻ പട്ടാളത്തിന് വെടിയേറ്റ് മരിച്ചത്. അവൻ്റെ ഉമ്മ അവൻ്റെ മൃതശരീരം പോലും കാണണ്ട എന്ന് പറഞ്ഞ സംഭവം നമ്മളെ ഓർമ്മയിലുണ്ടാവും. അപ്പം അങ്ങനെ വന്ന ആ അമർനാഥ് യാത്ര ഞങ്ങളെ അവിടെ തളഞ്ഞിട്ടു. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള ഒരു ടണൽ, അതിന് സമീപത്താണ് ഈ FCIയുടെ ഗോഡൗൺ. അത് കഴിഞ്ഞു 4-ാം ദിവസം രാവിലെ വീണ്ടും അവിടുന്ന് യാത്ര പുറപ്പെട്ടു. നേരെ പഹൽഗാമിലെത്തി. പഹൽഗാം സുന്ദരമായൊരു സ്ഥലമാണ്. ആ പഹൽഗാമിലാണിപ്പോൾ ഭീകരവാദികൾ അഴിഞ്ഞാടി
നമ്മുടെ സഹോദരങ്ങളെല്ലാം കൊന്നൊടുക്കിയത്. അത് പോട്ടെ, ആ പഹൽഗാം അവിടെ കാണുന്ന നദി കണ്ണാടി പോലെ അടിത്തട്ട് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള നദികളാണ്. അവിടെ നമുക്ക് താമസിക്കാൻ കിട്ടിയ ലോഡ്ജാണെങ്കിലോ നദിയിലേക്ക് തടികൾ കൊണ്ട് നിർമ്മിച്ച് നദിയിലേക്ക് ഇറക്കി കെട്ടി തടികൾ കൊണ്ട് നിർമ്മിച്ചുള്ള മനോഹരമായ ലോഡ്ജാണ് താമസിക്കാൻ കിട്ടിയത്. ഇത്ര സുന്ദരമായ കാഴ്ച. ഈ നദിയിലേക്ക് ഇറങ്ങി നമുക്ക് നടന്നാൽ അരയോളം വെള്ളത്തിലെത്തുമ്പോൾ തന്നെ ഒഴുക്ക് കൂടുന്നത് കാണാം. അത്രയും വെള്ളമുള്ളൂ എങ്കിലും നല്ല ശക്തിയാണ്, കൊടും തണുപ്പുമാണ്. ആ ഗ്ലാസ് പോലെ പതഞ്ഞൊഴുകുന്ന നദി, അവിടുത്തെ കുളി, പരൽ മീനുകൾ ഇത്ര ഭംഗിയാണ്. അവിടെ അന്നത്തെ രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് അവിടുന്നൊരു 3-4 കിലോമീറ്റർ അപ്പുറത്തുള്ള ചന്ദൻവാരി എന്ന സ്ഥലത്തെത്തും. നെഹ്റുവിൻ്റെ ആത്മകഥ ഇന്ത്യയെ കണ്ടെത്തലെന്ന ആത്മകഥയിൽ നെഹ്റു വിവാഹം കഴിഞ്ഞ സമയത്ത് കമലയുമായി കൈകോർത്ത് പിടിച്ച് ഓടിച്ചാടി നടന്ന രംഗങ്ങൾ വിശദീകരിച്ചിട്ടുള്ള ചന്ദൻവാരി അതൊരു ചന്ദൻവാരി തന്നെയാണ്. ശിവൻ്റെ തലയിലുണ്ടായിരുന്ന ആ ചന്ദ്രനെ ഇറക്കി വെച്ച സ്ഥലമാണ്. എന്താ കാരണം? പാർവതീദേവി ഭഗവാൻ ശിവനോട് പറയുന്നുവല്ലോ, എന്താണ് അങ്ങയുടെ കഴുത്തിൽ കിടക്കുന്ന ഈ തലയോട്ടികളുടെ രഹസ്യം? ആ രഹസ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ഇത് ജന്മാന്തരങ്ങളായുള്ള മുൻജന്മങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അത് മുഴുവനായി കേൾക്കണം എന്ന് പറയുന്ന ദേവി, എന്നാൽ ഞാൻ നിനക്ക് പറഞ്ഞുതരാം, മറ്റാരും കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയെയും കൊണ്ട് അദ്ദേഹം പോവുകയാണ്. ആരും കേൾക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹം ചന്ദ്രനെ അവിടെ ഉപേക്ഷിക്കുന്നു ഒരു സ്ഥലത്ത്. അതാണ് ചന്ദൻവാരി. കഴുത്തിലുള്ള സർപ്പത്തെ നാഗശേഷ് അവിടെ ഉപേക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞത് ചന്ദൻവാരിയിൽ നിന്ന് പിന്നെ കുതിരപ്പുറത്താണ് യാത്ര. ഞാനും തെലങ്കാനയിൽ നിന്ന് വന്ന ഒരു പുരോഹിതനും കൂടി നടക്കാമെന്ന് തീരുമാനിച്ചു. എൻ്റെ കൂടെയുള്ള ശിവദാസ് അടക്കമുള്ള ആളുകൾ കുതിരപ്പുറത്ത് പോയി. ഞാൻ നടന്നു. കുതിരച്ചാണകവും ഇങ്ങനെ വീണ്, വഴുക്കലും മഞ്ഞും കുതിരച്ചാണകവും കൂടെ വീണ് വഴുക്കലുള്ള സ്ഥലം ഒരു മുളവടി വാങ്ങാൻ കിട്ടും. അറ്റത്ത് ഇരുമ്പുറപ്പിച്ച മുളവടി 15 രൂപ കൊടുത്താൽ. അതുപോലെ താൽക്കാലിക മഴക്കോട്ടുകളും കിട്ടും അവിടെ 100 രൂപയ്ക്ക് വാങ്ങാൻ. ആ പ്ലാസ്റ്റിക്കിൻ്റെ മഴക്കോട്ടും ധരിച്ച്, നല്ല തണുപ്പ് അകറ്റാനുള്ള വസ്ത്രങ്ങളെല്ലാം ധരിച്ച് വടിയും കുത്തി പതിയെ നടന്നു തുടങ്ങി. ഒരു പുല്ലുപോലുമില്ലാത്ത പൊടി നിറഞ്ഞ സ്ഥലങ്ങൾ, തുറസായ സ്ഥലം, ഒരു പുല്ലില്ല, ഒരു മരങ്ങളില്ല. കാരണം ആരും കേൾക്കാതെ വേണം ശിവൻ, സാക്ഷാൽ പരമശിവൻ തൻ്റെ പ്രിയതമയ്ക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആരുമില്ല അവിടെ. അങ്ങനെ നടന്ന് 1-ാം ദിവസം രാത്രിയായപ്പോൾ ലേയുടെ പിൻഭാഗത്തുള്ള ഒരു പരന്ന വൃത്താകാരമുള്ള സ്ഥലത്തെത്തി. 4 വശവും വെള്ള മുണ്ടെടുത്ത് വിരിച്ചാൽ എങ്ങനെയായിരിക്കും അതുപോലെ ഐസിങ്ങനെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന സ്ഥലം. പഞ്ചതരണി സ്ഥലത്തിൻ്റെ പേര്. ആ പഞ്ചതരണിയിലെ ജീവിതം, വാസം, ഒരു ദിവസത്തെ രാത്രിയുള്ള ഉറക്കം അപാരമായിരുന്നു. മൂക്കുകളൊക്കെ ഈ ഐസ് കൊണ്ട് തണുത്ത കാറ്റേറ്റ് മൂക്കടഞ്ഞുപോയി. ശബ്ദം പുറത്തു വരാത്ത അവസ്ഥ. പേന കൊണ്ട് മൂക്ക് ഇങ്ങനെ തുരന്ന് പിടിച്ചിരുന്ന അവസ്ഥ. പക്ഷെ അവിടെ ഒരു ആയുർവേദ ഡോക്ടർ രാത്രി 10 മണിയായപ്പോൾ എല്ലാവർക്കും ഗ്ലാസ് മരുന്ന് തന്നു. ഒരുതരം നമ്മുടെ അരിഷ്ടം പോലെയുള്ള മരുന്ന്. അതിങ്ങനെ കുടിച്ചപ്പോൾ ഈ ഐസ് ഇങ്ങനെ ഉരുകിപ്പോകുന്നത് പോലെ നമുക്കൊരു പ്രതീതി ഉണ്ടായി. പക്ഷെ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ മൂക്കെല്ലാം താനേ തുറന്നു. പിറ്റേന്ന് രാവിലെ പ്രഭാതകൃത്യം നിർവഹിക്കാൻ അവിടെ വേറെ കക്കൂസൊന്നുമില്ല, ഓപ്പൺ എയർ തന്നെയാണ് ആശ്രയം. ഒരു കുപ്പി വെള്ളം ആണ് കിട്ടുക. ആ വെള്ളവും കൊണ്ട് നേരെ പോയി ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് നടന്ന് ഒരു പൊടി നിറഞ്ഞൊരു പ്രദേശത്ത്, മുട്ടക്കുന്ന് പോലെ തോന്നുന്ന ഒരു ചരിഞ്ഞ പ്രദേശത്ത്, എൻ്റെ ചരിഞ്ഞ ഒരു ചെറിയ പ്രതലമുള്ള
ചെറിയ തേരി ആ ഭാഗത്ത് പോയിരുന്നപ്പോൾ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് പെട്ടെന്ന് എന്നോട് പറയുകയാണ്, ഉടോ, എഴുന്നേൽക്കൂ, ജാവോ ജാവോ ജാവോ, സീത ജാവോ, നിങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിൽ ഇദ്ദേഹത്തിന് എന്തിനാ ഭ്രാന്ത, ഈ വെറുതെ ഇരിക്കുന്ന യാത്രക്കാർ ഉപദ്രവിക്കാൻ, അവിടെ ഇരുന്നോട്ടെ. പക്ഷേ പിന്നെയാണ് അദ്ദേഹം പറഞ്ഞു തന്നത്, നിങ്ങളിവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ നിങ്ങളിരുന്ന സ്ഥലം അറിയാമോ, അത് നേരെ ഒരു ഭാഗത്തെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഭാഗം കാണിച്ചു തന്നു. അത് നദിയാണ്, മഞ്ഞുറഞ്ഞ് ആ മഞ്ഞിലിങ്ങനെ പൊടിയടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഏത് നിമിഷവും വെയിലേറ്റ് അത് പൊട്ടിപ്പോകാം, അടർന്നു പോയാൽ ആ കുത്തൊലിപ്പിൽ നിങ്ങൾ ഒലിച്ചു പോകാം. അതുകൊണ്ടാണ് അവിടെ ഇരിക്കരുത് എന്ന് പറഞ്ഞത്. മനസ്സാ നമിച്ചു, കുറ്റബോധം കൊണ്ട് മനസ്സാ നമിച്ചുകൊണ്ട് ആ പട്ടാളക്കാരൻ പറഞ്ഞ വാക്കുകളെ ശിരസാ വഹിച്ചുകൊണ്ട് നേരെ മുന്നോട്ട് നടന്നു. പഞ്ചധരണിയും കഴിഞ്ഞ് നേരെ ശേഷനാഗം കഴിഞ്ഞ് അതുപോലെ ഓംകാരപർവ്വതവും കഴിഞ്ഞ് നേരെ അമർനാഥിൽ എത്തി. അമർനാഥിലെത്തിയപ്പോൾ ആകെ കാണുന്ന കാഴ്ച സ്വയം ഇങ്ങനെ മഞ്ഞ് ശിവരൂപം പൂണ്ടിരിക്കുന്ന കാഴ്ച. അടുത്തൊരു ഗണപതി തല, ആരും ഉണ്ടാക്കിയതല്ല. എല്ലാ വർഷവും ജൂൺ മാസത്തിൽ സ്വയംഭൂവായി ഉണ്ടാകുന്ന ഈ മഞ്ഞിലെ ശിവലിംഗം കാണാനാണ് യാത്രികർ പോകുന്നത്. അവിടെ 2 പ്രാവുകൾ മാത്രം ഇരിപ്പുണ്ട്. എന്താ പ്രാവുകളുടെ ഐതിഹ്യം? ആ പ്രാവുകൾ ശിവനും പാർവതിയും കൂടി അവിടെ എത്തി ആരുമില്ലാത്ത ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ആരും കേൾക്കാതിരിക്കണമല്ലോ. അങ്ങനെ ശിവനും പാർവതിയും മാത്രമായി ഒഴിഞ്ഞ ഈ ഹിമശൃംഗത്തിൽ വന്ന് തൻ്റെ പുലിത്തോലിങ്ങനെ വിരിച്ചിട്ട് ഇരുന്ന് പ്രിയതമയോട് കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ കഥ കേട്ട് പാർവതി ദേവി ഒന്ന് മയങ്ങിപ്പോയി. അപ്പോൾ ശിവൻ പറയുന്ന കഥയെല്ലാം മൂളി കേൾക്കുന്നുണ്ട് ആരോ. നോക്കുമ്പോഴാണ് ഈ പുലിത്തോലിൻ്റെ അടിയിലിരുന്ന 2 പ്രാവിൻ്റെ മുട്ട അത് വിരിഞ്ഞ് കുഞ്ഞായിരിക്കുന്നു. ഈ പ്രാവ് കേട്ടു. ആ പ്രാവാണ് ഇന്നും കാണാൻ സാധിക്കുന്നത് ആ സ്ഥലത്ത്. പ്രാവല്ലാതെ മറ്റൊരു പക്ഷികളെയോ ഒരു മൃഗങ്ങളെയോ ഒരു മരമോ ഒരു പുല്ലോ ഒരു പുൽനാമ്പ് പോലും കാണാൻ കഴിയാത്ത ഐസ് കൊണ്ട് മൂടിയ ആ പ്രതലം. നദിയെല്ലാം മരവിച്ച് കിടക്കുന്ന, നദി ഇങ്ങനെ മഞ്ഞ് ഉറഞ്ഞ് മരവിച്ച് കിടക്കുന്ന ആ നദിയിൽ കൂടി തന്നെയാണ് നമുക്ക് ചവിട്ടിപ്പോകാൻ സാധിക്കുക. ഉമിക്കരി പോലെ പൊടിഞ്ഞു പോകുന്ന മണ്ണുണ്ട്, പാറ പോലെ ഉറച്ച മഞ്ഞുണ്ട്. ആ മഞ്ഞിലൊക്കെ ഇങ്ങനെ കോരിക്കളിച്ച് നമുക്ക് ആ പ്രകൃതിയുടെ നിർവികാരതയുടെ മൂർത്തിമദ്ഭാവം പോലെ നിൽക്കുന്ന അമർനാഥ് ദർശനം അത് മനുഷ്യൻ്റെ മനസ്സിനെ സങ്കീർണമായ എല്ലാ സപ്ത ധ്വനികളിൽ നിന്നും മാറ്റിക്കൊണ്ടു പോകുന്നു. നമ്മെ ആ ഏകാന്തതയുടെ അനുഭൂതിയുടെ നമ്മുടെ വിവരണാതീതമായ ഒരു ശാന്തിയുടെ സമാധാനത്തിൻ്റെ മേഖലയിലേക്ക് ഈ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുന്നു. എല്ലാ ഇല്ലായ്മകളും സ്വയം അവിടെ കുഴഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ സ്വയം കൊഴിഞ്ഞു പോകുന്ന ആ ഭവ്യമായ മനോഹരമായ ഒരവസ്ഥാവിശേഷം അത് പറഞ്ഞറിയിക്കാനാവില്ല, അനുഭവിച്ചു തന്നെ അറിയണം. അതായിരുന്നു ആ അമർനാഥ് യാത്രയിൽ എനിക്ക് കിട്ടിയ അനുഭവം. പോണം, ഒരിക്കലെങ്കിലും മഞ്ഞുകൊണ്ട് കളം വരയ്ക്കുന്ന, മഞ്ഞുകൊണ്ട് മഴ പെയ്യിക്കുന്ന, മഞ്ഞുകൊണ്ട് ശിവലിംഗം തീർക്കുന്ന ലോകത്തിലെ ഏക സ്ഥലം. എല്ലാ മാസവും ജൂണിൽ ആരംഭിക്കുന്ന ഏകദേശം 2 മാസക്കാലം മാത്രം നീണ്ടു നിൽക്കുന്ന ആ സ്ഥലത്ത് നിങ്ങളൊന്ന് പോകണം. എന്നെ കേൾക്കുന്ന യാത്രക്കാർ പോയി ആ സവിശേഷമായ അമർനാഥ് യാത്രയുടെ ദർശന സൗകുമാര്യം അറിയണം. അത് ആമോദത്തിന് മാത്രം വേണ്ടിയല്ല, അത് നിങ്ങളുടെ ആത്മാവിഷ്കാരത്തിന് അത് പിന്തുണ നൽകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.